ആദ്യമേ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അംഗത്തിനിറങ്ങിയിട്ടുള്ള 56 കുശിരന്മാരായ NDA സാരഥികൾക്ക്, സ്ഥാനാർത്ഥികൾക്ക് ഞാൻ ആദ്യമേ വിജയാശംസകൾ നേരുകയാണ്. ഈ 56 സാരഥികൾക്ക് പിന്നിലായിട്ട് കിങ് മേക്കേഴ്സ് അണിനിരക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പോരാട്ടത്തിന് എല്ലാ വീര്യവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് നിങ്ങൾക്കും ഞാൻ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്, ആശംസ അർപ്പിക്കുന്നു. നേരത്തെ AP അബ്ദുള്ളക്കുട്ടി സൂചിപ്പിച്ചു, ഈ കോർപ്പറേഷനിൽ വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് അത് സൂചിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പ് എല്ലാം കൊണ്ടും ഏറെ രാഷ്ട്രീയ പ്രാധാന്യവും പ്രസക്തിയുള്ളതാണ്. ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ തലവര മാറ്റിയെടുക്കുന്ന തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. കാലാവധി കഴിഞ്ഞ മുന്നണികളാണ്. കാലിക പ്രസക്തിയുള്ളത് BJP നേതൃത്വം നൽകുന്ന NDA ആണെന്ന് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് തെളിയിക്കും. കാലാവധി കഴിഞ്ഞ LDF-നും UDF-നും പകരം കാലിക പ്രസക്തിയുള്ള BJP-യും NDA-യും നെഞ്ചോട് ചേർക്കാൻ മലയാളികൾ തയ്യാറാകുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളതായിരിക്കും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രസക്തിയും രാഷ്ട്രീയ പ്രാധാന്യം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുറുകെ പിടിക്കുന്നത് എന്താണ് എന്ന് നമ്മുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിച്ചു. വിശ്വാസവും വികസനവും, ഇത് രണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. വിശ്വാസവും ചർച്ച ചെയ്യപ്പെടും, വികസനവും ചർച്ച ചെയ്യപ്പെടും. വിശ്വാസവും വികസനവും ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് മലയാളികൾ സ്വീകരിക്കുക BJP നേതൃത്വം നൽകുന്ന NDA ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു CPM-ന്റെ സമുന്നതനായ നേതാവ് കഴിഞ്ഞ ദിവസം സ്വകാര്യമായി പറഞ്ഞത്, പേര് ഞാൻ പറയുന്നില്ല, ഈ വൃശ്ചിക മാസത്തിൽ മണ്ഡലകാലത്ത് ഈ ഇലക്ഷൻ നടന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുകയുണ്ടായി. അപ്പം ഏതായാലും ഈ മണ്ഡലകാലത്ത് ഇലക്ഷൻ നടക്കുന്നു, ഇത് മാർക്സിസ്റ്റ് പാർട്ടി ഭയപ്പെടുകയാണ്. മണ്ഡലകാലത്ത് ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഭയപ്പെടുന്നത് ശബരിമലയെയും അയ്യപ്പനെയുമാണ് ഭയപ്പെടുന്നത്. നാം വോട്ട് ചോദിക്കാൻ പോകുന്ന ഹിന്ദു ഭവനങ്ങളിൽ മാത്രമല്ല, മുസ്ലിം ഭവനങ്ങളിലും ക്രിസ്ത്യൻ ഭവനങ്ങളിലും അവരും ഈ ശബരിമലയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് ശബരിമലയാ, നാളെ എവിടെയാ നടക്കുക എന്ന് ആർക്കാ പറയാൻ സാധിക്കുക? അതുകൊണ്ട് ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണമോഷണം ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരിക്കും. അതുകൊണ്ട് AP അബ്ദുള്ളക്കുട്ടി സൂചിപ്പിച്ചത്, അമ്മമാരുടെ മനസ്സിൽ തീവ്രമായ വിശ്വാസമുണ്ട്, ഭക്തിയുണ്ട്. അവർ ചിന്തിക്കുന്നു, ഇനി താമരയ്ക്കും NDA-ക്കും വോട്ട് ചെയ്തില്ലെങ്കിൽ ഭഗവാൻ അയ്യപ്പൻ ശബരിമലയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നവർ ചിന്തിച്ചാൽ തെറ്റു പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് വിശ്വാസം അത് ചർച്ച ചെയ്യപ്പെടും തെരഞ്ഞെടുപ്പിൽ. അതോടൊപ്പം തന്നെ വികസനവും ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. ശ്രീ രാജീവ് ജി, നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം രാഷ്ട്രീയത്തിന് ഒരു പുതിയ വ്യാകരണവും വ്യാഖ്യാനവും നൽകിയിട്ടുണ്ട്. LDF-ന്റെയും UDF-ന്റെയും അവർ രാഷ്ട്രീയത്തെ നൽകിയ വ്യാകരണവും വ്യാഖ്യാനവും നമ്മൾ ഇതുവരെ അനുഭവിച്ചതാണ്. അത് പലതുമുണ്ട്. അഴിമതി ആണ് അവരുടെ വ്യാകരണവും വ്യാഖ്യാനവും, ജനവിരുദ്ധത, ജനാധിപത്യ വിരുദ്ധത, പലതുമുണ്ട്. നേരത്തെ ഒറ്റ വാക്ക് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ ഉപയോഗിച്ച പദം തല്ലിപ്പൊടി രാഷ്ട്രീയം എന്നാണ്. അതാണ് അവർ നൽകിയ രാഷ്ട്രീയത്തെ നൽകിയ വ്യാകരണവും വ്യാഖ്യാനവും. പക്ഷേ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാഷ്ട്രീയത്തിന് നൽകിയ പുതിയ വ്യാകരണവും വ്യാഖ്യാനവും അത് വികസനത്തിൻ്റെതാണ്. അങ്ങനെയാണ് വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം എന്ന ലക്ഷ്യം നാം സമൂഹത്തിന് മുന്നിൽ, മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. വികസനം മലയാളികൾക്ക് വിലക്കപ്പെട്ട കനിയായിരുന്നു ഇതേവരെ. പക്ഷേ ഇതാ വികസനം ഈ ജനങ്ങളുടെ വീട്ടുമുറ്റത്ത് വികസനം എത്താൻ വേണ്ടി പോകുന്നു. അതാണ് BJP-യും NDA-യും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്.
അത് ഇന്ന് ഈ 6.5 പതിറ്റാണ്ട് കാലത്തെ LDF UDF ഭരണത്തിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് വികസനം അതിൻ്റെ തകർച്ചയുടെ കേരളം അതിൻ്റെ തകർച്ചയുടെ നെല്ലിപ്പടിയിലെത്തിയിരിക്കുക. ഇതിനപ്പുറം തകരാനൊന്നുമില്ല. കായിക രംഗം മുതൽ കാർഷിക രംഗം വരെ തകർന്നു. സർവ മേഖലയും തകർന്നു. ഏത് മേഖലയാണ് ഒരടി മുന്നോട്ട് പോയിട്ടുള്ളത്? ഏതെങ്കിലും ഒരു മേഖല 6.5 പതിറ്റാണ്ട് കാലത്തെ ഈ LDF UDF ദുർഭരണത്തിലൂടെ ഒരടി മുന്നോട്ട് പോയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ 11 വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദിയുടെ സൽഭരണത്തിനിടയിൽ ഭാരതം ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി. ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഭാരതം 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി. എന്താണോ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് അത് 100% പാലിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രത്യേകത. ജനങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന, ജനങ്ങൾക്ക് 100% വിശ്വസിക്കാൻ സാധിക്കുന്ന പ്രസ്ഥാനമാണ് BJPയും മുന്നണിയാണ് NDAയും. ആ വിശ്വാസം, ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് ഓരോ സംസ്ഥാനത്തും 4/3 ഭൂരിപക്ഷം, 3/2 ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ NDA വന്നിട്ടുള്ളത്. തീർച്ചയായും ഈ ദേശീയ തലത്തിൽ നടക്കുന്ന ഈ വികസനത്തിന്റെ, നന്മയുടെ, ധാർമ്മികതയുടെ ഈ പുതിയ രാഷ്ട്രീയത്തിൽ നിന്ന് ഇതുവരെ കേരളവും മലയാളികളും മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ ദേശീയ തലത്തിൽ നടക്കുന്ന മോദിക്ക് നേതൃത്വം കൊടുക്കുന്ന വികസന രാഷ്ട്രീയത്തോടൊപ്പം മലയാളികളും ചേർന്ന് നിൽക്കാൻ തയ്യാറാകുന്നു എന്നതായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രസക്തിയും രാഷ്ട്രീയ പ്രാധാന്യവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പൂർണ്ണ ആത്മവിശ്വാസം, പൂർണ്ണ വിജയവിശ്വാസത്തോടുകൂടി നമുക്ക് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങാൻ സാധിക്കും. LDFും UDFും പ്രതിസന്ധിയായതുകൊണ്ട് അവർ പ്രതിരോധത്തിലാണ്. അപ്പോൾ LDF ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ നേരത്തെ AP അബ്ദുള്ള കുട്ടി പറഞ്ഞ UDFിൻ്റെ പ്രശ്നം, അതുപോലെ LDFിൻ്റെ പ്രശ്നം, പല പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് LDFും UDFും പ്രതിസന്ധിയിലാകുമ്പോൾ അവർ പ്രതിരോധത്തിലാകും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് പ്രതീക്ഷയോടുകൂടി കാണുന്ന ഏക പാർട്ടി BJPയും ഏക മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യവുമാണ്, NDAയുമാണ്. നാം പ്രതീക്ഷാപൂർവമാണ് ജനങ്ങളെ സമീപിക്കുന്നത്. നമ്മൾ LDF UDF ശൂന്യമായ അവനാഴിയുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ ഇറങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധം. അങ്ങനെയാണെങ്കിൽ അവർ ശൂന്യമായ അവനാഴി, ഒന്നും പറയാനില്ല. എന്താ LDFനും UDFനും പറയാൻ? ഒന്നും പറയാനില്ല. ജനങ്ങളുടെ മുന്നിൽ ഒന്നും പറയാനില്ല. ശൂന്യമായ അവനാഴിയ. എന്നാൽ NDA തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത് ആധുനികമായ ആയുധങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവനാഴിയുമായിട്ടാണ്. നമ്മുടെ അവനാഴി നിറയെ ആധുനികമായ ആയുധങ്ങളുണ്ട്. അത് വാളും തോക്കുമെന്നല്ല, മറിച്ച് 11 വർഷക്കാലം നരേന്ദ്രമോദിജി രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ആരുടെ മുന്നിലും നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. ഏത് വീട്ടിൽ പോയാലും ഈ മോദിജിയുടെ 11 വർഷക്കാലത്തെ ജനക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിരിക്കും. ഒന്നുകിൽ പ്രധാനമന്ത്രി കല്യാൺ അന്ന യോജനയുടെ ഗുണഭോക്താക്കളാണ്. 1,55,00,000 പേർക്കാണ് കേരളത്തിൽ നരേന്ദ്രമോദിജി ഒരു മാസം സൗജന്യമായിട്ട് ചുരുങ്ങിയത് 20 കിലോ അരി, കൂടുതലായ 40 കിലോ അരി. 20 കിലോ അരി നോക്കി നിങ്ങൾ സൗജന്യമായി കൊടുത്തു. 2.5 കൊല്ലമായി കൊടുക്കുന്നത്. അതിനർത്ഥം ഒരു വീട്ടിൽ അച്ഛൻ, അമ്മ, 2 മക്കളാണെങ്കിൽ 20 കിലോ അരി ഒരു മാസം. 12 മാസത്തേക്ക് 240 കിലോ അരി, 2 കൊല്ലത്തേക്ക് 450 കിലോ അരി, 2.5 കൊല്ലത്തേക്ക് 600 കിലോ അരി. 6 കിൻഡൽ അരിയാണ് 2.5 കൊല്ലത്തിനിടയിൽ സൗജന്യമായി ഓരോ വീട്ടിലും നരേന്ദ്രമോദി സർക്കാർ എത്തിച്ചിട്ടുള്ളത്. നോക്കൂ, ഇനി നിങ്ങൾ ഓരോ പദ്ധതികൾ നോക്കിയാൽ മതി. എല്ലാ വീട്ടിലും മോദിജിയുടെ ഈ ജനക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ്. അത് തന്നെ ബോധ്യപ്പെടുത്തിയാൽ ദാരിദ്ര്യം മാറ്റാൻ ഭക്ഷണം വേണം, അത് നമ്മൾ കൊടുത്തു. ദാരിദ്ര്യം മാറ്റുക എന്നാൽ വീട് കൊടുക്കണം, 5 കോടി വീട് കൊടുത്തു. ദാരിദ്ര്യം മാറ്റാൻ വെളിച്ചം, അതുപോലെ തന്നെ വെള്ളവും കൊടുക്കണം. ഞാൻ ജലജീവൻ മിഷനോട് നമ്മൾ വെള്ളവും കൊടുത്തു, എല്ലാം കൊടുത്തു. വീട്ടിൽ ദാരിദ്ര്യത്തിൽ നിന്ന് ജനങ്ങളെ കൈപിടിച്ചുയർത്തിയത് നരേന്ദ്രമോദി ഇത് തന്നെ നമുക്ക് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ സാധിക്കും.
അതായത് LDF-നും UDF-നും ഈ ജനജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിൽ ഒരു 5 നയ പൈസയുടെ പങ്കില്ല. നമ്മൾ ഇതെല്ലാം കൊടുത്തതാണ്, ഇതെല്ലാം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം കുറേ ഫോറമായിട്ട് ഇവിടെ എനിക്കറിയില്ല, കണ്ണൂരുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ സ്ത്രീ സുരക്ഷയുടെ ഫോറമായിട്ട് ഇറങ്ങുന്നുണ്ട്. അത് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇത് കൊടുക്കുന്ന പറയുന്നത് ഇവിടെ നഞ്ച് വാങ്ങാൻ പോലും നയ പൈസ ഇല്ലാത്ത ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് പിണറായി സർക്കാർ എവിടുന്നായി പെൻഷൻ കൊടുക്കാൻ പോകുന്നത്? പച്ചക്കള്ള. ഒന്നും കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ കൊടുത്തവരാണ്. 2.5 കൊല്ലം 11 കൊല്ലമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവർ കള്ളപ്രചരണത്തിലൂടെയാണ് ജയിക്കാൻ വേണ്ടി നോക്കും. ഞാൻ സഹപ്രവർത്തകരെ, ഇത് വീടാന്തരം കയറിയിറങ്ങി ഓരോ വോട്ടറെയും നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താൻ തയ്യാറായാൽ അവരുടെ മനസ്സിൽ നമ്മുടെ പുതിയ രാഷ്ട്രീയം അവരുടെ മനസ്സിൽ ഉറപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ഈ യോഗത്തിൽ തൊട്ട് മുമ്പ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു പ്രത്യേക യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ കണ്ണൂർ ജില്ലയിലെ പ്രത്യേക നഗരത്തിലെ ഈ വ്യാപാര വാണിജ്യ മേഖലകളിൽ, സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, വിവിധ സംഘടനകളുടെ നേതാക്കന്മാർ അവർ യോഗത്തിൽ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ സംബന്ധിച്ചിരുന്നു. വികസനത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയത്, കണ്ണൂരിൻ്റെ വികസനം. അതിൽ ഒരു വൈസ് അഡ്മിറൽ, അദ്ദേഹം നേവി വൈസ് അഡ്മിറൽ ആയിരുന്നു, ഇപ്പം റിട്ടയർ ചെയ്തിട്ട് 20 വർഷമായി. 29 വർഷം അദ്ദേഹം നേവിയിൽ സർവീസ് ചെയ്തിരുന്നു. അപ്പം അയാൾ പറഞ്ഞത്, ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് നേവി ചേർന്നത്. ആ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നേവി ചേരാൻ പോകുമ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സിൽ നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുത്തു. അന്ന് പ്രധാനമായി ആ ചർച്ചയിൽ 2 കാര്യം ചർച്ച ചെയ്യപ്പെട്ടത്, ഒന്ന് എയർപോർട്ടും ഒന്ന് സീപോർട്ടും. അയാൾ പറഞ്ഞു, ഞാൻ 29 വർഷം നേവിയിൽ പോയി, പിന്നെ 20 വർഷം ഞാൻ റിട്ടയറുമായി. ഇപ്പോൾ കണ്ണൂരിൽ ചർച്ച ചെയ്യുന്നത് എയർപോർട്ടും സീപോർട്ടും. ഒരു മാറ്റവും വന്നിട്ടില്ല. സംസ്ഥാന അധ്യക്ഷന്റെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചത് ഇതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ നാം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വിജയം നമുക്ക് ഈ കോർപ്പറേഷനിൽ കൈവരിക്കാൻ സാധിക്കും. നമ്മൾ ജനങ്ങളോട് പറയണം, ഒരവസരം, സംസ്ഥാന അധ്യക്ഷനെ സൂചിപ്പിച്ച ഒരവസരം നമുക്ക് തന്നാൽ എന്താണ് നമ്മൾ ജനങ്ങൾക്ക് തിരിച്ചു നൽകാൻ പോകുന്നത് എന്ന് ഇവിടെ നേരെ സൂചിപ്പിച്ചു. നമുക്ക് 11 വർഷം നമ്മൾ എന്താണോ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പൂർണ്ണമായും 100% പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഈ കണ്ണൂരിലെ ജനങ്ങളോട്, വോട്ടർമാരോട്, കോർപ്പറേഷനിലെ വോട്ടർമാരോട് ഇക്കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയത്തിന് ആരംഭം കുറിക്കാൻ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ സാധിക്കണം. ആ പുതിയ രാഷ്ട്രീയം എന്നുള്ളത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. കേരളത്തിൽ വികസനമുണ്ടാകണം, വികസനത്തിനായി പുതിയ രാഷ്ട്രീയമുണ്ടാകണം. പുതിയ രാഷ്ട്രീയം മാത്രം പോരാ, പുതിയ നേതൃത്വവും ഉണ്ടാകണം. അതിന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിലുള്ള NDA നേതൃത്വം പുതിയ കേരളത്തിൽ വികസനം നൽകാൻ സാധിക്കുമെന്ന് നമുക്ക് 100% ഉറപ്പ് നൽകാൻ സാധിക്കും. അതുകൊണ്ട് ഈ അമര സന്ദേശം വഹിച്ചുകൊണ്ട് വീടാന്തരം കയറിയിറങ്ങി ഓരോ വോട്ടറെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു പുതിയ രാഷ്ട്രീയം ഈ കണ്ണൂരിൽ നിന്ന് നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ സാരഥികൾക്കും സ്ഥാനാർത്ഥികൾക്കും സഹപ്രവർത്തകന്മാർക്കും സാധിക്കുമാറാകട്ടെ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സ്ഥാനാർത്ഥികളെ കാണുന്ന സമയത്ത് ഇത്രയും ദിവസം വീട് കയറിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ആരുടെ മുഖത്തും വലിയ ക്ഷീണമൊന്നും കാണുന്നില്ല. കാരണം എല്ലാവർക്കും വിജയപ്രതീക്ഷയും ആത്മവിശ്വാസവുമാണ് എല്ലാവർക്കും ഉള്ളത് എന്നാണ് തോന്നുന്നത്. ജനങ്ങളിൽ നിന്ന് വളരെ ഭാവാത്മകമായ സ്വീകാര്യതയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് സഹപ്രവർത്തകർക്കും കൂടി ലഭിക്കുന്നത്. നമുക്ക് 13-ാം തീയതി എല്ലാം മറന്ന് ആഹ്ലാദിക്കാനുള്ള ഒരു ഫലം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുന്നു. നമസ്കാരം.